ഉറങ്ങുമോളെ. ഓ, അതിന്റെ കരച്ചിലൊന്ന് നിർത്തി തരുവോ? കാവ്യ, ഉറങ്ങാൻ നോക്ക് വാവേ. നോക്ക്, വാവ കരഞ്ഞിട്ടേ അച്ഛന് ഉറങ്ങാൻ പറ്റില്ലെന്ന് അച്ഛൻ പറയുന്നേ. ഓ, നീ ഇങ്ങനെ അവളോട് പറഞ്ഞു കളിക്കാതെ നേരെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് റൂമിന്റെ പുറത്താക്ക്. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? പപ്പ, പപ്പ ഈ മുറിയിലാണെങ്കിൽ അപ്പൊ പപ്പയുടെ മുറിയിൽ ആരാ ഉള്ളത്? മമ്മി, മമ്മി, ഇതെന്തേ നടക്കുന്നേ? ഈ പാതിരാത്രി അവിനാശ് അങ്കിള് മമ്മിയുടെ മുറിയിൽ എന്താ ചെയ്യുന്നത്? നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്നോട് ചോദ്യം ചോദിക്കാൻ? അതുമല്ലാതെ എന്നോട് ചോദ്യം ചോദിക്കാൻ നീ ആരടി? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അനുവാദമില്ലാതെ എന്റെ റൂമിനകത്ത് കേറി പോകരുതെന്ന്. ഈ പാതിരാത്രിക്ക് എന്തിനാ ഒച്ചെടുക്കുന്നേ? നീ എന്തിനടുത്ത് ബഹളം വെക്കുന്നേ? നിന്റെ ഭാര്യയോട് ചോദിക്ക്. ഈ പാതിരാത്രിയിലാണോ ഈ നാടകം കളിക്കുന്നേ? പ്രകാശ്, ഈ പാതിരാത്രി അവിനാശ് അങ്കിൾ മമ്മിയുടെ ബെഡ്റൂമിലാണ് ഉള്ളത്. ഞാൻ മമ്മിയോട് ചോദിച്ചത് ഈ നേരത്ത് അവിനാശ് അങ്കിൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് മാത്രം. നല്ലതിനൊന്നും കാലമില്ല പ്രകാശ്. നിന്റെ അച്ഛന് രാത്രിയിൽ സുഖമില്ലാതായപ്പോ നിന്റെ ഉറക്കത്തെ നശിപ്പിക്കരുതെന്ന് അവിനാശ് അങ്കിളിന് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു. പാവം, അവര് മരുന്ന് വാങ്ങിച്ചോണ്ട് ഓടി വന്നിരിക്കുക. അങ്ങനെയുള്ള അവരുടെ മുകളില് എത്ര വലിയ കുറ്റമാ ചുമത്തുന്നേ? നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങൾക്ക് സുഖമില്ലെന്ന്? അതെ അതെ, ശരി തന്നെ. എനിക്ക് ശരിക്കും സുഖമില്ലായിരുന്നു. പിന്നെ എന്തിനാ ഇവിടെ ആവശ്യമില്ലാത്ത സംസാരിച്ചോണ്ടിരിക്കുന്നേ? പക്ഷേ പപ്പ ഗസ്റ്റ് റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. വൃത്തിയിട്ടവളെ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് എന്റെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ അസംബന്ധം പറഞ്ഞ് നടക്കാൻ? ഇനി മേലാൽ ഇങ്ങനെ നീ പറഞ്ഞ കൊന്നു കളയും ഞാൻ. മരുമകനെ എങ്ങോട്ട് നോക്ക്. ഒരുപാട് നാളിന് ശേഷം വന്നിരിക്കുക. നിങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല. എവിടെ പോയി കിടക്കാൻ അറിയില്ല എന്റെ മരുമകൾ. ഒരു പ്രാവശ്യം മാർക്കറ്റിൽ പോയാ 4 മണിക്കൂർ എടുക്കും തിരിച്ചു വരാൻ. അമ്മേ, ഇപ്പൊ തന്നെ അവളെ അടക്കി നിർത്തിയില്ലെങ്കിലേ പിന്നീട് അമ്മയ്ക്കായിരിക്കും പ്രശ്നം ഉണ്ടാവുക. പ്രകാശ്, ആ രാക്ഷസ എന്റെ മകന്റെ ജീവിതം എങ്ങനെ ആക്കി തീർത്തു നോക്കിയേ. ഇതെന്താ ഏട്ടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? കടം തന്നവരൊക്കെ ഫോൺ അടിച്ചോണ്ടിരിക്കല്ലേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മായി അമ്മയോട് കുറച്ച് കാശ് വയ്ക്കും. എപ്പോഴാണെങ്കിലും അവരുടെ സ്വത്തൊക്കെ നിനക്കുള്ളതല്ലേ? മനോജ് പറയുന്നത് ശരിയാ ഏട്ടാ. അല്ലേലും ഏടത്തിയുടെ അമ്മയ്ക്ക് കാശിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? അമ്മയെ പോലെയല്ലേ മകളും ഇരിക്കൂ. രൂപലിന്റെ അമ്മ ഭയങ്കര തന്ത്രക്കാരിയാ. അവൾ ഒരു പൈസ കൂടെ എന്റെ മോന് കൊടുക്കില്ല. ഇതെല്ലാം അവൾ വന്ന നാൾ മുതൽ തുടങ്ങിയതാ. എന്റെ വീട്ടിൽ അവൾ ഒരു അപശകുനമാണ്. എന്റെ ഭഗവാനെ, അവളുടെ തള്ള അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ അപ്പൊ അവരുടെ സ്വത്ത് മുഴുവൻ എന്റെ ഏട്ടന് കിട്ടുമല്ലോ. ഞാൻ പറയാൻ പാടില്ല, എന്നാലും പറയാ. ശരിക്കും നിങ്ങള് അപശകുനമാണ്. പെൺകുട്ടിയല്ലേ പെറ്റത്. അമ്മയും മോളും എപ്പോഴാണെങ്കിലും ഈ വീടിന് ഭാരമാ. രണ്ടും ശാപമുള്ള ജന്മങ്ങളാ. എന്റെ കുടുംബത്തെ നശിപ്പിച്ചു അവർ. എന്ത്
എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ അമ്മ ഇപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? താങ്ക് യു കാന്തമ്മായി. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാ ഇത്ര വലിയ കാര്യം എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്? അമ്മയോട് സംസാരിക്കാം. ഹലോ അമ്മേ. എന്താ മോളെ, എന്റെ കൊച്ചുമോൾ എങ്ങനെയുണ്ട്? അമ്മ എനിക്ക് സുഖം തന്നെ. അതുപോലെ കാവ്യം സുഖമായിരിക്കുന്നു. അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. പറ മോളെ. അമ്മ, ഞാൻ അറിഞ്ഞത് അമ്മ വീട് പണയം വെച്ച് പലിശയ്ക്ക് പൈസ എടുക്കാൻ പോവാന്ന്. ഞാൻ എന്ത് ചെയ്താലും നിനക്കും നിന്റെ മകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന് വേണ്ടിയേ ചെയ്യൂ. അമ്മേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ചുമതല ഇപ്പൊ പ്രകാശിന്റേതാണ്. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ച് എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ലെന്ന്. അമ്മേ, ഞാൻ അമ്മയെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി മോളെ. നീ ഏത് സമയവും നിന്റെ അമ്മയോട് മാത്രമേ സംസാരിക്കോ? നിനക്കൊരു പണിയൊന്നുമില്ലടി. ഞാനിപ്പോ അമ്മയോട് പറഞ്ഞ കാര്യം തന്നെയാ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്റെ അമ്മയുടെ അടുത്ത് കാശ് ചോദിച്ചോ? ഇതൊക്കെ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയാ ഞാൻ ചെയ്യുന്നേ. നിങ്ങൾ ഇനി ഇതെല്ലാം ഞങ്ങളുടെ നല്ലതിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൊണ്ട് ചെയ്യണം. ഇതുപോലെ എന്റെ അമ്മയുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ച് ഞങ്ങളെ നോക്കേണ്ട യാതൊരു ചുമതലയും നിങ്ങൾക്കില്ല. നിന്റെ നാവ് കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ അമ്മയുടെ അടുത്ത് പൈസ വാങ്ങിച്ച ഇപ്പൊ എന്താടി? ആ തള്ള ചത്ത മണ്ണിന്റെ അടി പോയതിനു ശേഷം ആ സ്വത്തൊക്കെ എന്റേതല്ലടി. അതുകൊണ്ട് ഇപ്പഴേ ചോദിച്ചാൽ എന്താ പ്രശ്നം? നിങ്ങൾ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. അതെന്റെ അമ്മയാണ്. അതുപോലെ മറ്റൊന്ന്, എന്റെ അമ്മ നിങ്ങൾക്ക് പൈസ തരാനായി വീട് പണയം വെക്കാൻ പോവായിരുന്നു. ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യം, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചാൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ലെന്ന്. അതും ഇനി എന്നെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എനിക്കത് ഒട്ടും തന്നെ അംഗീകരിക്കാനാവില്ല. ഇത് എന്നെ സംബന്ധിക്കുന്ന ഒരു വലിയ കാര്യമാണ് നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത്. തനിക്ക് എങ്ങനെ ധൈര്യം വന്നോടാ എന്റെ കുപ്പി എടുത്ത് മാറ്റാൻ? എടാ, നീ എന്താ ഈ കാണിക്കുന്നേ? കൂടുതൽ അച്ഛൻ കളിക്കാൻ നിന്നുണ്ടല്ലോ. അതിന് നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? കേട്ടില്ലേ മീന? പ്രകാശ് എന്തൊക്കെയായി പറയുന്നെന്ന്? അവൻ പറഞ്ഞത് നീയും കേട്ടില്ലേ? അതുകൊണ്ട് എന്താ, അവൻ വല്ലതും തെറ്റ് പറഞ്ഞോ? കറക്റ്റ് ആയിട്ടല്ലേ സംസാരിച്ചേ? നിനക്കും അവൾക്ക് എന്താണ് വേറെ ബന്ധം? മഞ്ജൂർ, നീ കാത്തിരുന്നോ? നിന്നെ ഞാൻ വെറുതെ വിടൂല. കൂടുതൽ അച്ഛൻ കളിക്കാൻ നിന്നുണ്ടല്ലോ. അതിന് നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? കേട്ടില്ലേ മീനെ? പ്രകാശ് എന്തൊക്കെയായി വിളിച്ച് പറയുന്നെന്ന്? അതുകൊണ്ട് എന്താ, അവൻ വല്ലതും തെറ്റ് പറഞ്ഞോ? കറക്റ്റ് ആയിട്ടല്ലേ സംസാരിച്ചേ? മഞ്ജൂർ, മഞ്ജൂർ, എന്നെ രക്ഷിക്ക. അവരെയാളെ കൊന്നുകളയും. ഞാൻ എന്റെ മോളെ രക്ഷിക്കും. കോൺസ്റ്റബിൾ, ആ കുഞ്ഞിനെ വാങ്ങിക്ക്. എന്റെ മോളെ എവിടെ? നിങ്ങളുടെ മോൾക്ക് ഒരു കുഴപ്പമില്ല, ദേ ഇവിടെ ഉണ്ട്.
എന്താണ് സംഭവിച്ചത്? നീ ആരാണ്? ഞാൻ റൂപ്പലാണ്. അതുപോലെ അവര് എന്റെ അമ്മായിയമ്മ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. പറയൂ രൂപൽ, എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇന്ന് വൈകിട്ട് നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നടക്കുന്ന സത്യങ്ങളൊന്നും രൂപൽ അറിയരുത്. അതേമേ, വളരെ ശരിയാ. അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായാലേ പിന്നെ നമ്മുടെ കാര്യം അവതാളത്തിലാവും. ഞാൻ അവളുടെ അമ്മേന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് അവൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പ്രകാശ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ബന്ധത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? മുഖ്യമായും ഞാൻ അറിയേണ്ട എന്തെങ്കിലും കാര്യം, നീ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നുള്ളത് എന്നോട് ഇന്ന് പറയണം. കണ്ടില്ലേ അമ്മേ, അവളുടെ നാവിന്റെ നീളം കണ്ടോ? നീയൊക്കെ ഒരു പെണ്ണാണോ? ഭർത്താവിന് മുന്നിൽ ഇങ്ങനെയൊക്കെയാ സംസാരിക്കാ? ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശിയെ പോലും തന്നില്ല. പെൺകുഞ്ഞിനെയല്ലേ പെറ്റത്. പ്രകാശ്, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താന്ന് നിങ്ങൾ എന്നോട് പറയണം. നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണെന്ന് പറ. മൻസൂർ, എങ്ങനെയുള്ള പെണ്ണിനെ കെട്ടിവെച്ചിരിക്കുന്ന എന്റെ മകന്? ഒരു വൃത്തികെട്ടവളായ സ്ത്രീക്ക് എന്റെ മകനെ കെട്ടിവെച്ചിരിക്കുന്നു. അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ മകന്റെ ബിസിനസ് നഷ്ടമായി. അതിനു മേലെ നിനക്ക് ധൈര്യം വന്നോ എന്റെ മകനോട് അവന്റെ അപ്പന്റെ പേര് ചോദിക്കാനായിട്ട്? അതെ മീന, നീ പറഞ്ഞ ശരിയാണ്. വേലക്കാരിയുടെ താഴെ അവളുടെ സ്ഥാനം. ഇവൾക്കിവിടെ സംസാരിക്കാൻ യോഗ്യതയില്ല. റൂപ്പൽ, നിന്റെ ഉദ്ദേശം എന്താ? അമ്മ പറഞ്ഞത് ശരിയാ. നീ വീട്ടിൽ കയറിയതോടെ എല്ലാം നശിച്ചുപോയി. എനിക്കും എന്റെ വീട്ടുകാർക്കും കഷ്ടകാലം മാത്രം ഉണ്ടായത്. പ്രകാശ്, ഇത് നിങ്ങളുടെ DNA റിപ്പോർട്ടാണ്. ഇതെന്റെ അമ്മായച്ചൻ മൻസൂറിന്റെയും DNA റിപ്പോർട്ടാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട അങ്കിള് അവിനാഷ് അങ്കിളുടെയും DNA റിപ്പോർട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെ DNA റിപ്പോർട്ട് എങ്ങനെ നിന്റെ കയ്യിലെത്തി? ഞങ്ങളുടെ DNA റിപ്പോർട്ട് നീ എങ്ങനെ ഉണ്ടാക്കിയത്? 4 ദിവസം മുമ്പ് മദ്യക്കുപ്പിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ തള്ളിയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സംസാരം ഞാൻ മൊത്തമായി കേട്ടിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രവൃത്തികളിൽ എനിക്ക് സംശയം തോന്നുന്നുണ്ടായിരുന്നു. അതൊന്ന് ഉറപ്പാക്കാനായി ഞാൻ എന്റെ കൂട്ടുകാരി ഗൈനിക് ഡോക്ടർ ഗായത്രിയോട് സംസാരിച്ചിരുന്നു. ഗായത്രി എനിക്ക് എന്റെ കല്യാണത്തിന് അന്ന് തന്നെ സംശയം തോന്നിയതാണ്. എന്റെ ഭർത്താവ് സ്വന്തം അച്ഛന്റെ കാല് തൊട്ട് തൊഴുന്നതിന് പകരം ആ അവിനാശങ്ങളുടെ കാല തൊട്ടു തൊഴുന്നത്. അമ്മയും അവിനാശങ്ങളും റൂമിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഗായത്രി, ഇനി നീ തന്നെ എനിക്ക് ഇതിൽ വഴി പറഞ്ഞു തരണം. ഞാൻ എങ്ങനെ എന്റെ സംശയം ഒന്ന് മാറ്റിയെടുക്കുക? നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ DNA ടെസ്റ്റിനുള്ള സാമ്പിൾ എടുത്തുകൊണ്ടുവന്ന് എനിക്ക് തരണം. പിന്നെ ഞാൻ 3 പേരുടെയും DNA റിപ്പോർട്ട് റെഡിയാക്കി നിന്റെ കയ്യിൽ കൊണ്ട് തന്നേക്കാം. താങ്ക് യു ഗായത്രി. നോക്ക്, പ്രകാശിന്റെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ രണ്ടുപേരും ചേർന്നു. അങ്കിൾ, വെള്ളം. അത് സാരില്ല അങ്കിൾ, ഞാൻ ചെയ്തോളാം. ഇങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ട തെളിവുകളെല്ലാം ശേഖരിച്ചത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മമ്മി നിങ്ങളുടെ ഡോക്യുമെന്റ് ബാഗിൽ നിന്നും കിട്ടി. നിങ്ങളും അവിനാശങ്ങളും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ എല്ലാ തെളിവുകളും, നിങ്ങളുടെ പ്രേമത്തിന്റെ ഫോട്ടോസ്. പ്രകാശ്, ഇനിയെങ്കിലും വായ തുറന്ന് നിന്റെ അച്ഛന്റെ പേര് പറയാമോ? അതും ഞാൻ ഈ തെളിവുകളെല്ലാം എടുത്ത് നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് പോണോ? അപ്പൊ അവർക്ക് മനസ്സിലാകുമല്ലോ ഈ പ്രകാശിന്റെ അച്ഛൻ മൻസൂഖ് മെഹ്തയല്ല, പകരം ഈ അവിനാഷ് അങ്കിളാണെന്ന്. ആ അതെ, പ്രകാശ് അവിനാഷിന്റെ മകൻ തന്നെയാണ്. മൻസൂർ എനിക്കൊരു പെൺകുട്ടിയെ തന്നിട്ട് ആൺകുട്ടിയെ ജനിപ്പിക്കാൻ ത്രാണിയില്ലാതെ പോയിരിക്കുന്നു. അതെ, അവിനാഷ് അയാളാണ് എന്നെ ശ്രദ്ധിച്ചത്. അവിനാഷ് എനിക്കും എന്റെ കുടുംബത്തിനും എല്ലാ സന്തോഷത്തെയും തന്നിട്ടുണ്ട്. മൻസൂർ കൊടുക്കാനുള്ളത് അവിനാഷാണ് എന്റെ കുടുംബത്തിന് തന്നത്.
രൂപൽ, ഈ വീട്ടിൽ എല്ലാവർക്കും പ്രകാശ് എന്റെ മോനാണെന്ന് അറിയാം. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. മൻസൂനും ഒരു എതിർപ്പുമില്ല. പിന്നെ നീ എന്തിനാ കിടന്ന് തുള്ളുന്നത്? എന്നെ സംബന്ധിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് എന്നെ ബാധിക്കുന്നതാണ്. പ്രകാശ് എന്റെ ഭർത്താവാണ്. എന്നിട്ട് ഇത്രയും വലിയ കാര്യം എന്നോട് മറച്ചു വെച്ചോ? ഞാൻ ആരെയാണ് എന്റെ അമ്മായിച്ചനെന്ന് വിളിക്കുന്നത്? അദ്ദേഹം എന്റെ ഭർത്താവിന്റെ അച്ഛനേ അല്ല. പ്രകാശിന്റെ അച്ഛനാണെങ്കിൽ ഈ അവിനാശ് അങ്കിളാണ്. അതുപോലെ മമ്മി, നിങ്ങൾ എന്നെ ഭാഗ്യം കെട്ടവളൊന്നും അപശകനൊന്നും ഒക്കെ വിളിച്ചോ. പക്ഷേ നിങ്ങളുടെ സ്വഭാവ മഹിമ എന്താണ്? നിങ്ങളുടെ ഭർത്താവ് ഒരാളാണ്. നിങ്ങളുടെ മകന്റെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവല്ല. പകരം നിങ്ങളുടെ ഭർത്താവിന്റെ കൂട്ടുകാരൻ അവിനാശ് അങ്കിളാണ്. ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇനി വാ തുറന്നല്ലേ. നീ എനിക്ക് ഒരിക്കലും ഇനി വാ തുറക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ ഈ നിൽക്കുന്ന മൻസൂൺ അല്ല, അവിനാശ് അങ്കിളാ. അതിനു മേലെ നിനക്ക് ധൈര്യം വന്നോ? ഇവൾക്കെന്താ പറഞ്ഞ മനസ്സിലാകത്തില്ലേ? വായുണ്ടെന്ന് പറഞ്ഞ് നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണോ സംസാരിക്കാമെന്നോ? ഒറ്റ അട്ടി തന്നാലുണ്ടല്ലോ, അപ്പോഴേ നിനക്ക് സ്വയം ബുദ്ധി വരൂ.